ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നൊരു ചെറിയൊരു സ്ലോ മോർണിംഗ് സ്ലോ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണാം. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സ്ലോ ആയിട്ട് ഒക്കെ ചെയ്യാം. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രവചിക്കാൻ പറ്റാത്ത പോലെയാണ്. കാരണം ഇടയ്ക്ക് വെയിലും ഇടയ്ക്ക് മൂടിക്കെട്ട്, ഇടയ്ക്ക് മഴ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ ഫുള്ള് മഴ ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കും. മഴ പെയ്യില്ല എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. പാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ എല്ലാവരും ഇഡ്ഡലിക്കൊക്കെ മാവ് അരക്കുമ്പോൾ 2 ദിവസത്തിനൊക്കെ പ്ലാൻ ആക്കി സെറ്റാക്കിയിട്ടാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇഡ്ഡലിക്ക് ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ ദോശ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇഡ്ഡലിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചമ്മന്തി വേണമല്ലോ. ആസിഫിന് ചമ്മന്തിയാണ് കേട്ടോ ഇഡ്ഡലിക്ക് കൂടുതൽ ഇഷ്ടം. ഇഡ്ഡലി വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഉണ്ടാക്കിയത് കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇഡ്ഡലിക്ക് ചട്നിയാണ് കേട്ടോ കൂട്ടാറ്. സാമ്പാർ രാവിലെ തന്നെ ആകുമ്പോൾ നമ്മളുടെ ഉച്ചക്കുള്ള കറിയും കൂടി സെറ്റ് ആവുമല്ലോ. പിന്നെ ചോറ് വെക്കാം, എന്തെങ്കിലും ഉപ്പേരി കൊണ്ടുപോകാനുള്ളതും കൂടെ ആകുമ്പോൾ അത് ആ ഒരു പണിയെ അവിടെ കഴിഞ്ഞോളും. ഇഡ്ഡലി തട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ ഇത്. ഇങ്ങനെ സ്റ്റാൻഡ് കൂടെ അതിങ്ങനെ പൊക്കിയെടുക്കാനുള്ള സെറ്റപ്പ്. അല്ലെങ്കിൽ ഇത് എടുക്കാൻ കുറച്ച് പാടായിരിക്കും, ചൂടാറി തന്നെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ആസിഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് അവൻ പോയതിന് ശേഷം ബാക്കി പണികൾ ചെയ്യാം. അപ്പോൾ ഇതാ ക്ലൈമറ്റ് ഇതാ വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ നല്ല തെളിച്ചുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ മഴയിൽ തന്നെയാണ് കേട്ടോ ആസിഫ് സ്കൂളിലൊക്കെ പോയത്. അങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് പോയി. അപ്പം അതോടുകൂടി നമ്മളുടെ പരിപാടികളൊക്കെ, കിച്ചണത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പണികൾ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് ഉണ്ണിയപ്പം കഴിക്കാം. പിന്നെ ഞാൻ ജേണലൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ കുറച്ച് ജേണലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് സ്വരൂപിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഒരെണ്ണം ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ചെയ്തെടുത്തു, ഒരെണ്ണം സ്കെച്ച് ചെയ്തിട്ട് കളറൊക്കെ ചെയ്തെടുത്തു. പിന്നെ ഇന്ന് മോനെ ഡോക്ടറെ കാണിക്കാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനായിട്ട് ഡോക്ടറെ കാണിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് നല്ല മഴ ഉള്ളൊരു ദിവസമായിരുന്നു.